രാഷ്ട്രീയത്തിൽ ഇരട്ടത്താപ്പിന് ഒരു നേതാവിനെ വെക്കുകയാണെങ്കിൽ അതിൽ വാദപ്രതിവാദങ്ങളില്ലാതെ വി.ഡി. സതീശൻ തെരഞ്ഞെടുക്കപ്പെടും. അക്കാര്യത്തിൽ സതീശനുമായി ഒരു കോമ്പറ്റീഷൻ നടത്തിയാലും പുള്ളി തന്നെ ജയിക്കുള്ളൂ. വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ അത് ചോദ്യം ചെയ്യുമെന്നായിരുന്നു സതീശന്റെ നിലപാട്. സതീശന്റെ നിലപാടിന് ഒരു പ്രത്യേകതയുമുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും സതീശന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറാം. യു.ഡി.എഫിന് വേണ്ടി വോട്ട് പിടിക്കുന്ന ചില നേതാക്കളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നത് ഈ പറഞ്ഞ സതീശൻ കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? എന്തായാലും സതീശന്റെ പ്രസംഗം വൈറലായതോടെ ഈ വീഡിയോസും കോൺഗ്രസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾക്കുണ്ട്. സതീശന്റെ വീരവാദവും മറ്റു നേതാക്കളുടെ കാട്ടിക്കൂട്ടലുകളും എല്ലാം കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ തലവേദനയാണ്. മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിയുടെ കുപ്രസിദ്ധമായ പ്രസംഗത്തിന്റെ വീഡിയോ ആണ് ഇതിലൊരെണ്ണം. മതമാണ് 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 പ്രശ്നമെന്ന് തുടങ്ങുന്ന ഷാജിയുടെ പ്രസംഗം വലിയ തിരിച്ചടിയാണ് സതീശന് കൊടുത്തത്. ഷാജിയുടെ പ്രസംഗത്തെ കൊള്ളാനോ തള്ളാനോ കഴിയാത്ത നിസ്സഹായതയിലാണ് സതീശൻ. മറ്റൊന്ന്, ഷാജിയുടെ തന്നെ 9.5 വർഷം ഭരണമില്ലാതെ കഴിഞ്ഞ് നമ്മൾ അധികാരത്തിലെത്തിയാൽ എല്ലാം മുതലാക്കണമെന്ന് പറയുന്ന വീഡിയോ ആണ്. മറ്റൊന്ന്, തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുടെ പ്രസംഗവും. മുസ്ലിം തൊപ്പി ധരിച്ചുള്ള രേവന്ത് റെഡ്ഡിയുടെ ഈ പ്രസംഗം വലിയ വിവാദമായിരുന്നു. കോൺഗ്രസ് എന്നാൽ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ എന്നാൽ കോൺഗ്രസും എന്നതായിരുന്നു ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ രേവന്ത് റെഡ്ഡി നടത്തിയ പ്രസംഗം. ഈ വീഡിയോയും കേരളത്തിൽ കോൺഗ്രസിനെയും വി.ഡി. സതീശനെയും ഉത്തരം മുട്ടിക്കും. വർഗീയതയ്ക്കെതിരെ കടുത്ത നിലപാട് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ സതീശൻ സ്വന്തം മുന്നണിയിലെ നേതാക്കളുടെ പ്രസംഗങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഈ വലിയ വൈരുദ്ധ്യം കോൺഗ്രസിനെയും യു.ഡി.എഫിനെയും കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരു വശത്ത് വർഗീയതയ്ക്കെതിരെ കഠിന പ്രസംഗങ്ങൾ നടത്തുകയും മറുവശത്ത് മുന്നണിയിലെ നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകളെ മൗനാനുകൂല്യത്തോടെ കാണുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നുവെന്നതാണ് വിമർശനം. ഇത് വെറും രാഷ്ട്രീയ വൈരുദ്ധ്യമല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇരട്ടത്താപ്പാണ്. കോൺഗ്രസിന് ഇതെല്ലാം കീറാമുട്ടിയാണെങ്കിലും സതീശൻ ഇതൊന്നും ചിലപ്പോൾ ഏൽക്കുക പോലുമില്ല. സതീശനെ കുറിച്ച് കള്ളം പറയണം, കുറേയധികം കാര്യങ്ങൾ മെഴുകി വെളുപ്പിക്കണം, കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടണം. സതീശന്റെ അജണ്ടയെ ഇതാണ്. ഒരു ദിവസം എത്ര കള്ളം പറയണമെന്നോർത്താണ് സതീശൻ ഉറക്കം എഴുന്നേക്കുന്നത് തന്നെ. തള്ളിമറിക്കാനുള്ള ആവേശമൊന്നും സതീശൻ പ്രവൃത്തിയിൽ കാണിക്കാറില്ല. സതീശന്റെ കയ്യിലെങ്ങാനും ഭരണം കിട്ടിയാൽ അതോടെ തീർന്നു. കേരളത്തിന്റെ അവസ്ഥ പിന്നെ ചിന്തിക്കാൻ പോലും പറ്റില്ല.